नमस्ते मेरे प्यारे बच्चों। आज की कक्षा में आप सबको मैं स्वागत करती हूँ. ഇന്നത്തെ നമ്മുടെ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് ടീച്ചർ എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ക്ലാസ് ഗ്രാമറാണ്, ഹിന്ദി ഗ്രാമറാണ്. അതായത് ഹിന്ദി എന്താണ് മക്കളെ, ഗ്രാമറിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? വ്യാകരൺ അല്ലേ, വ്യാകരൺ. അപ്പോൾ ഇന്നത്തെ വ്യാകരൺ ക്ലാസ് ടീച്ചർ ആദ്യം നിങ്ങളെ എന്താണ് ടെൻസ്, അതായത് കാൽ അല്ലേ എന്ന് ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. ഇനി ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ ഭൂതകാൽ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഗ്രാമർ ക്ലാസ്സുകൾ, അതായത് നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഗ്രാമർ ക്ലാസ്സുകൾ മലയാളത്തിൽ എഴുതി പഠിപ്പിക്കാനുള്ളതല്ല. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ മലയാളത്തിൽ ശരിക്കും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ടീച്ചർ ക്ലാസ് എടുത്തു തരും. അപ്പോൾ ടീച്ചർ പറയുന്ന ഓരോ വാക്കുകൾ, ഓരോ സെൻറ്റൻസും, അതായത് അതിൽ നടക്കുന്ന ക്രിയ, പ്രവൃത്തി നടക്കുന്നതിനെക്കുറിച്ച്, ഓരോ പ്രവൃത്തിയെയും കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് മനസ്സിലാവും. അതായത് ഭൂതകാൽ എന്താണ്, ഏത് സെൻറ്റൻസ് കണ്ടാലും അത് ഭൂതകാൽ ആണോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പ് ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ക്ലാസ്സുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. പിന്നെ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ടെൻസ് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് കാണുക. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എല്ലാ പേർക്കും അത് മനസ്സിലാകും. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആയിയെ മേരെ സാത്ത് പല ടെൻസ് അല്ലേ. അപ്പോൾ ടീച്ചർ ആ ടെൻസിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളെ. ടെൻസ് എന്ന് പറഞ്ഞാൽ കാൽ, അതായത് കാൽ എന്നാണ് ഹിന്ദിയിൽ ടെൻസിനെ പറയുന്നത്. കാൽ എന്ന വേർഡിൻ്റെ അർത്ഥം സമയ് എന്നാണ്, സമയം എന്നാണ്. അത് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാൽ ക്രിയ के उस रूपांतर को कहते हैं जिससे क्रिया के होने का समय तथा उसकी पूर्ण या अपूर्ण अवस्था का बोध होता है. അപ്പോൾ കാൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സമയമാണ്. ആ സമയത്തിൽ എന്താണ് നാം കാണിക്കുന്നത്? നാം ചെയ്ത ഒരു പ്രവൃത്തി, അത് പഠിക്കുക എന്ന പ്രവൃത്തിയായാലും, വായിക്കുക എന്ന പ്രവൃത്തിയായാലും, കളിക്കുക എന്ന പ്രവൃത്തിയായാലും, അല്ലെങ്കിൽ ആഹാരം കഴിക്കുക എന്ന പ്രവൃത്തിയായാലും, ഓടുക എന്നതായാലും എല്ലാം പ്രവൃത്തികളാണ്. ഈ ചെയ്ത പ്രവൃത്തികൾ നാം എപ്പോഴാണ് ചെയ്തത് എന്ന സമയത്തെ കാണിക്കുന്നതാണ് കാൽ. ഓക്കെ. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് ഉസ്കി പൂർണ്ണ യാ അപൂർണ അവസ്ഥക്ക ബോധ് ഹോത്താ ഹെ. ആ പ്രവൃത്തി പൂർണ്ണമാണോ അപൂർണമാണോ, അതായത് കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്ന ഒരു ബോധം, അതായത് എന്ന ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു. കാൽക്കെ, അപ്പോൾ സമയം അല്ലെങ്കിൽ കാൽ ടെൻസിന് മൂന്ന് മുഖ്യ ഭേദ് ഹോത്തെ ഹെ. 3 ടൈപ്പ്, 3 തരത്തിലുണ്ട്. അത് മെയിനായിട്ട് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാണ്. ഭൂതകാൽ, വർത്തമാൻ കാൽ ഓർ ഭവിഷ്യത് കാൽ. ഭവിഷ്യത് കാൽ എന്നും എഴുതാം, ഭവിഷ്യകാൽ എന്നും. എഴുതണമെന്നില്ല, ഭവിഷ്യകാൽ എന്നും എഴുതാം. അപ്പോൾ ഈ 3 രീതിയിലാണ് ടെൻസിനെ തിരിച്ചിട്ടുള്ളത്: പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. നോക്കൂ മക്കളെ, പല പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാൽ എന്താണെന്ന് ടീച്ചർ പറയുകയാണ്. ഭൂതകാൽ എന്ന് പറഞ്ഞാൽ ഭൂതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ബീത്തേ ഹുയേ, അതായത് കഴിഞ്ഞു പോയത് എന്നാണ് അർത്ഥം. ക്രിയാക്കെ ജിസ് രൂപസെ, അതായത് ക്രിയ എന്താണെന്ന് ഇനി അറിഞ്ഞുകൂടെന്ന് പറയല്ലോ. നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ക്രിയകളാണ്, വെർബാണ് അല്ലേ. അപ്പോൾ ആ വെർബിൻ്റെ എല്ലാം ഏത് രൂപത്തിലൂടെ, ആ രൂപത്തിലൂടെ വെർബ് ക്രിയ കേൾക്കുമ്പോൾ, പ്രവൃത്തി കേൾക്കുമ്പോൾ യഹ് പദാചലി, നമുക്ക് ഇത് മനസ്സിലാകും. എന്താണ് മനസ്സിലാകുന്നത്? ക്രിയ ബീത്തെ ഹുയേ സമയമേം ഘടിത് ഹുയി. ക്രിയ എപ്പോൾ നടന്നതാണ്? ക്രിയ ചെയ്ത് കഴിഞ്ഞ ക്രിയയാണ് അല്ലേ. ബീത്തെ ഹുയേ സമയം, അതായത് കഴിഞ്ഞു പോയ സമയത്ത് നാം ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാൽ. ഓക്കെ.
ടീച്ചർ അതെന്ന് നന്നായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഭൂതകാൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ആ സെൻറ്റൻസിൻ്റെ അവസാനം ധാ ധേ ധീ വരുമ്പോൾ അതെല്ലാം ഭൂതകാലാണെന്ന്. ശരിയാണ്, അത് ഭൂതകാലാണ്. പക്ഷേ അല്ലാതെയും ഭൂതകാൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയിരിക്കണം. अब हम ഭൂതകാൽ के भेद അതായത് ടൈപ്സ് ഓഫ് പാസ്റ്റ് ടെൻസ് എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് ടീച്ചർ അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ പറയുന്നത്. നോക്കൂ മക്കളെ, ഫസ്റ്റ് വൺ എന്താണ്? പല സാമാന്യ ഭൂതകാൽ അല്ലേ? സാമാന്യ ഭൂതകാൽ വായിക്കാൻ നന്നായിട്ട് മനസ്സിലാക്കി വായിക്കണം. ടീച്ചർ മലയാളം കൂടെ അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സാമാന്യ ഭൂതകാൽ, അതിനെ ഇംഗ്ലീഷിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ദെൻ ദൂസര ക്യാ ഹേ? ആസന്ന ഭൂതകാൽ അല്ലെ? ആസന്ന ഭൂതകാൽ, അതിന് റീസെന്റ് പാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അബ് തീസര പൂർണ്ണ ഭൂതകാൽ, മൂന്നാമത്തേത് പൂർണ്ണ ഭൂതകാൽ. നോക്കൂ, അതിന് കംപ്ലീറ്റ് പാസ്റ്റ് എന്ന് പറയും. അബ് ചൗദ ക്യാ ഹേ? അപൂർണ ഭൂതകാൽ. അപൂർണ ഭൂതകാൽ, അതിന് ഇൻകംപ്ലീറ്റ് പാസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് പാഞ്ചവാം ക്യാ ഹേ? സന്ദിഗ്ധ ഭൂതകാൽ മാനെ ഡൗട്ട്ഫുൾ ഫാസ്റ്റ്. അതായത് സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗട്ട്ഫുൾ, ഒരു ഡൗട്ടോട് കൂടിയുള്ള ടെൻസ് ആണ്. അടുത്ത നോക്കൂ മക്കളെ, ലാസ്റ്റ് വൺ ക്യാ ഹേ? ഹേതുമത് ഭൂതകാൽ. എന്താണ്? ഹേതുമത് ഭൂതകാൽ. ബോലിയേ ഹേതുമത്. എന്താണ്? ഹേതുമത് ഭൂതകാൽ, കണ്ടീഷണൽ പാസ്റ്റ്. എന്താണ്? ഹേതുമത് ഭൂതകാൽ. അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാൽക്ക് ഭേദം ഏതൊക്കെയാണ്? ടീച്ചറിന്റെ ഒപ്പം പറയൂ. സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, अपूर्ण भूतकाल, संदिग्ध भूतकाल, हेतुमत भूतकाल। अब आगे चले, देखिए बच्चों, पहले क्या है? ആദ്യത്തെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് അല്ലെ? സാമാന്യ ഭൂതകാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. जहाँ क्रिया के भूतकाल में सामान्य रूप से संपन्न होने का बोध हो वहाँ उसे क्रिया का सामान्य भूतकाल कहते हैं. അതായത് എന്താണ് അവിടെ പറയുന്നത്? നാം ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെയായിരിക്കും? സാമാന്യ രൂപസെ മാനെ ജനറലി, സാധാരണയായി അതെങ്ങനെയാണ്? സമ്പന്ന ഹോനേക്കാ ബോധുഹോ. സമ്പന്ന ഹോന മാനെ ആ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്തായാലും അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയെന്നുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ള ക്രിയയാണ് സാമാന്യ ഭൂതകാൽ എന്ന് പറയുന്നത്. ആ ക്രിയ വരുന്ന സെന്റൻസിനെ സാമാന്യ ഭൂതകാൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഹിന്ദിയിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അയ്യോ ഇതെന്താണ് എന്നൊരു ഡൗട്ട് തോന്നും. പക്ഷെ ആ ഡൗട്ട് നിങ്ങൾക്ക് എവിടെ ക്ലിയർ ആവും? ടീച്ചർ തരുന്ന എക്സാമ്പിളിൽ നിന്നും ക്ലിയർ ആവും. അപ്പൊ എക്സാമ്പിൾ ഒന്ന് നോക്കൂ മക്കളെ. എക്സാമ്പിൾ യാനി ഉദാഹരണം. ആദ്യത്തെ സെന്റൻസ് ടീച്ചർ പറയൂ, നോക്കൂ. മാഹിറാനെ റൊട്ടിയാം പക്കായി. മാഹിറ എന്ത് ചെയ്തു? റൊട്ടിയാം, ചപ്പാത്തി എന്ത് ചെയ്തു? പക്കാന കുക്ക് ചെയ്യുക, പാകം ചെയ്തു അല്ലേ? അപ്പോ മാഹിറാനെ റൊട്ടിയാം പക്കായി. അപ്പോൾ എന്താ പറഞ്ഞത്? മാഹിറ റൊട്ടി പാകം ചെയ്തു അല്ലേ? അപ്പൊ എപ്പോഴാണ് പാകം? ഇപ്പൊ ചെയ്യുകയാണോ? അല്ല, പാകം ചെയ്തു, കുക്ക്ഡ് അല്ലേ എന്നാണ് പറഞ്ഞത്. അവൾ പാകം ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. റൊട്ടികൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇത് എന്താണ്? കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, ഇത് കഴിഞ്ഞുപോയ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. പാകം ചെയ്ത് കഴിഞ്ഞു, മാഹിറ നേരത്തെ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ഏത് കാലാണ്? ഭൂതകാലാണ് എന്ന് മാത്രമല്ല, അത് സാമാന്യ ഭൂതകാലാണ്. എന്താണ് മക്കളെ? സാമാന്യ ഭൂതകാൽ അല്ലെ? അപ്പൊ അവിടെ നാം അത് എങ്ങനെ മനസ്സിലാക്കും? നോക്കൂ, പക്കാന എന്ന് പറയുന്നതാണ് ക്രിയ. പക്കാന പാകം ചെയ്യുക, കുക്ക് ചെയ്യുക, പക്കാന.
ആ പക്കാന എന്ന ക്രിയയുടെ, അത് ക്രിയാധാതുവാണ് അല്ലെങ്കിൽ മൂലക്രിയയാണ്. അതിൻ്റെ ക്രിയ എങ്ങനെ മാറിയിട്ടുണ്ട്? പക്കായി. നോക്കൂ, പക്കാന, അവിടെ ഈ വന്ന് ചേർന്നിട്ടുണ്ട്. പക്കാന പ്ലസ് ഈ ആണ് പക്കായി. അപ്പൊ അന്തുമേ ഈ ജുഡാഹെ. അപ്പൊ ആ ക്രിയയുടെ അവസാന ക്രിയയോടൊപ്പം ഈ വന്ന അതെന്താണ്? സാമാന്യ ഭൂതകാൽ ആണ്. ഓക്കെ, ഇനി നോക്കൂ അടുത്ത എക്സാമ്പിൾ. തുമ്നെ നിബന്ധ ലിഖ. നിങ്ങൾ എന്ത് ചെയ്തു? നിബന്ധ എന്താ മക്കളെ? നോവൽ എഴുതി. നിങ്ങൾ നോവൽ എഴുതി. അപ്പൊ ഇവിടെ നോക്കൂ, ലിഖിന എന്ന ക്രിയയോടൊപ്പം എന്ത് വന്നിട്ടുണ്ട്? കടീപ്പായി നിങ്ങൾക്ക് കാണാം, എന്ന കടീപ്പായി. അപ്പൊ ലിഖിന എന്ന ക്രിയയോടൊപ്പം എന്ത് വന്നു? ആ എന്ന ജുഡാഹെ അല്ലേ? വന്നിട്ടുണ്ട്. എന്ന ആ ഒരു സ്വരാക്ഷരം അല്ലെങ്കിൽ ആ ഒരു സ്വർ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ, ക്രിയ ലിഖ കെ അന്തുമേ ജുഡാഹെ. അപ്പൊ ലിഖിന എന്ന ക്രിയാധാതുവിനോടൊപ്പം ആയും കൂടെ ചേരുമ്പോഴാണ് ലിഖായാകുന്നത്. അപ്പൊ അതും എന്താണ്? കണ്ട ഉടനെ നമുക്ക് മനസ്സിലാക്കാം, അതും ഭൂതകാലാണ്. ഭൂതകാലിലെ സാമാന്യ ഭൂതകാലാണ്. നോക്കൂ, ഹം ഖിലാഡി ബനെ. ഞങ്ങൾ എന്തായി? കളിക്കാർ ആയി. ഞങ്ങൾ കളിക്കാർ ആയി. അപ്പൊ ഇവിടെ നോക്കൂ മക്കളെ, ബെന്ന എന്ന ക്രിയയോടൊപ്പം, ബെന്ന ആകുക എന്ന് പറയുന്ന ക്രിയയോടൊപ്പം എ എന്ന സ്വരാക്ഷരം അല്ലെങ്കിൽ സ്വർ, എ എന്ന സ്വർ എന്ത് ചെയ്തിട്ടുണ്ട്? ചേർന്നിട്ടുണ്ട്, ജുഡാഹെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ക്രിയ ബെനെ കെ അന്തുമേം ക്യാ ജുഡാഹെ? എ ജുഡാഹെ. ബെന്ന പ്ലസ് എ ചേരുമ്പോഴാണ് ബെനെ എന്ന് വരുന്നത് അല്ലേ? അടുത്ത നോക്കൂ, സാമാന്യ ഭൂതകാൽക്ക് ക്രിയാക്കെ അന്തുമ. അപ്പൊ സാമാന്യ ഭൂതകാലിലെ ക്രിയയുടെ അവസാനം ഏതൊക്കെയാണ് വന്ന് നാം കണ്ടത്? ഈയും പിന്നെയോ ആയും പിന്നെയോ ഏയും. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? ആ, ഏ, ഈ ജുഡുത്താഹെ. അപ്പൊ സാമാന്യ ഭൂതകാലിലെ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയോ? സാമാന്യ ഭൂതകാലിലെ ക്രിയയുടെ, പ്രവൃത്തിയുടെ അല്ലെങ്കിൽ വെർബിന്റെ അവസാനം എന്ത് ചേരും? ആ, എ, ഈ എന്ന സ്വർ കൂടെ ചേർന്നിരിക്കും. എപ്പോഴാണ്? ക്രിയാധാതുവിനോട് ഒപ്പം. ക്രിയാധാതു എന്ന് പറയുമ്പോൾ എന്താണ്? ലിഖിന, പഠിന, ജാന, അതെല്ലാം ക്രിയാധാതുവാണ്. മൂൽ ക്രിയ എന്ന് പറയും. ഉസ്നെ പക്കൗഡെ ബനായേ. അവൻ എന്ത് ചെയ്തു? സ്നേക്സ് ഉണ്ടാക്കി അല്ലെ? പലഹാരങ്ങൾ ഉണ്ടാക്കി. ഇവിടെ ബനാന എന്ന ക്രിയയോടൊപ്പം എന്ത് ചേർന്നിട്ടുണ്ട്? എ എന്ന സ്വർ ജുഡാഹെ. അപ്പോഴാണ് ഇതെന്തായിട്ട് മാറിയത്? ബനായേ എന്ന് മാറിയിട്ടുള്ളൂ. വീണ്ടും നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നോക്കൂ മക്കളെ, ഉസ്നെ പക്കൗഡെ ബനായേ, അത് തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുള്ളത്. ഉസ്നെ പക്കൗഡെ ബനായേ, അതായത് അവൻ എന്ത് ചെയ്തു? പക്കൗഡെ, പലഹാരം ഉണ്ടാക്കി. ഇവിടെ നോക്കൂ മക്കളെ, കണ്ട ബനാന എന്ന ക്രിയാധാതുവിൽ, ബനാന ഉണ്ടാക്കുക എന്ന ക്രിയാധാതുവിനോടൊപ്പം എ എന്ന സ്വർ ചേർന്നിട്ടുണ്ട് അല്ലേ? ഇനി നോക്കൂ, ജാദൂഗറിനെ ജാദു ദിഖായ. ജാദൂഗർ എന്ന് പറയുന്ന ആരാ? മെജീഷ്യൻ. മെജീഷ്യൻ എന്ത് ചെയ്തു? മാജിക് കാണിച്ചു അല്ലേ? ദിഖാന, കാണിക്കുക. ദിഖാന, കാണിക്കുക. അപ്പൊ ദിഖാന എന്ന ക്രിയയോടൊപ്പം എന്താണ്? എന്ന സ്വർ ചേർന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായിട്ട് മാറി? ദിഖായ. ദിഖാന എന്ന മൂൽ ക്രിയയോടൊപ്പം എന്ന സ്വർ ചേർന്ന് ദിഖായായി. അപ്പോൾ അതെന്തായിട്ട് മാറി? സാമാന്യ ഭൂതകാലായി മാറി. തുമ്നെ ഗാഡി ചലായി. നിങ്ങൾ എന്ത് ചെയ്തു? വണ്ടി ഓടിച്ചു അല്ലേ? വണ്ടി ഓടിച്ചു. ഇവിടെ നോക്കൂ മക്കളെ, ചലാന എന്ന ക്രിയയോടൊപ്പം ഈ ചേർന്നു അല്ലേ? അപ്പൊ അതെന്തായിട്ട് മാറി? ചലായി. അപ്പോഴേക്കും സാമാന്യ ഭൂതകാലം. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ചു, കഴിഞ്ഞുപോയ കാര്യമാണ്. ഇനി നോക്കൂ, കുസുമ് ഘർ ഗയി. കുസുമ് എന്ത് ചെയ്തു? ഘർ ഗയി, വീട്ടിൽ പോയി അല്ലേ? കുസുമ് വീട്ടിൽ പോയി. അപ്പൊ നോക്കൂ, ഇവിടെ കുസുമം വീട്ടിലേക്ക് പോയി അല്ലേ? കഴിഞ്ഞു പോയ സമയമാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ടീച്ചർ ഇവിടെ നോക്കൂ, ഈ അല്ലേ വന്നുള്ളൂ, ഈ വന്നില്ലല്ലോ എന്ന്. ഇത് ഈ അല്ലേ മക്കളെ? നോക്കൂ, ജാന എന്ന ക്രിയയോടൊപ്പം ഈ വരുമ്പോഴാണ് ഗയി ആകുന്നത് അല്ലേ? നോക്കൂ, ഈ ഈച്ചിനെ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതെന്താണ്? ഈ തന്നെയാണ് അല്ലേ? അപ്പൊ ആ ഡൗട്ട് മാറിയല്ലോ. അപ്പൊ ഗയി എന്ന് പറയുന്നത് ജാന എന്ന ക്രിയയോടൊപ്പം, പോകുക എന്ന ക്രിയയോടൊപ്പം ഈ എന്ന സ്വർ ചേർന്നപ്പോൾ ഗയി ആയി അല്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ, ആര്യനെ ഗായ. ആര്യൻ എന്ത് ചെയ്തു?
പാട്ട് പാടി. ആര്യൻ പാട്ട് പാടി. ഇവിടെ നോക്കൂ മക്കളെ, ഗാന എന്ന ക്രിയാധാതുവിനോടൊപ്പം ആ എന്ന സ്വർ ചേർന്നു. അപ്പൊ അതെന്തായി മാറി? ഗായ എന്നായി മാറി അല്ലേ. നെക്സ്റ്റ് നോക്കൂ, റിങ്കു ഗയ. റിങ്കു എന്ത് ചെയ്തു? പോയി. റിങ്കു ഗയ അല്ലേ. റിങ്കു പോയി. അവിടെയും ഈ ഗയയിൽ വന്നതുപോലെ ജാന എന്ന ക്രിയയോടൊപ്പം ആ എന്ന സ്വർ വന്നു. അടുത്ത നോക്കൂ മക്കളെ, അക്ബറിനെ പുസ്തകം പടി. അക്ബർ എന്ത് ചെയ്തു? പുസ്തകം വായിച്ചു. ഇവിടെ നോക്കൂ, പഠിന എന്ന മൂലക്രിയയോടൊപ്പം ഈ എന്ന സ്വർ വന്ന് പഠി എന്നായി അല്ലേ. അപ്പം അക്ബറിനെ പുസ്തകം പടി, നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലേ, നേരത്തെ അവൻ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതും ഭൂതകാൽ തന്നെയാണ്. അതായത് ക്രിയാക്കെ അന്തുമേ ആ ഈ ഏ ജുടുത്താഹേ. അപ്പോൾ ഒരിക്കലും മറക്കരുത്, സാമാന്യ ഭൂതകാലിന് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ കാര്യം എന്താണ്? ക്രിയാക്കെ അന്തുമേം. ടീച്ചറിന്റെ കൂടെ പറയൂ, ക്രിയാക്കെ അന്തുമേം. ക്രിയയുടെ അവസാനം, ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് അല്ലേ. ക്രിയയുടെ അവസാനം, അതായത് ധാതുവായ അല്ലെങ്കിൽ ക്രിയാധാതുവിനോടൊപ്പം, മൂലക്രിയയോടൊപ്പം ആ എന്ന സ്വർ അല്ലെങ്കിൽ ഈ എന്ന സ്വർ അല്ലെങ്കിൽ എ എന്ന സ്വർ ചേരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ആദ്യത്തെ വകഭേദമായ സാമാന്യ ഭൂതകാലായി മാറുന്നു അല്ലേ. അപ്പൊ നോക്കൂ, ഇനി അടുത്ത നമുക്ക് സെക്കൻഡിലേക്ക് പോകാം. റീസെന്റ് പാസ്റ്റ്, ആസന്ന ഭൂതകാൽ. എന്താണ് ആസന്ന ഭൂതകാൽ? ഇവിടെ നോക്കൂ മക്കളെ, ജഹാം ക്രിയാ കാ അഭി അഭി നികട് ഭൂതകാൽ में संपन्न होने का संकेत या सूचना मिल रही हो उसे क्रिया का ആസന്ന ഭൂതകാൽ कहते हैं. അതായത് ജഹാം ക്രിയാക്കെ, എവിടെയാണോ നാം ചെയ്യുന്ന ക്രിയ പ്രവൃത്തിയുടെ അഫി അതായത് ഇപ്പോൾ, നികട് അടുത്ത്, അതായത് ഇപ്പോൾ, നിയർ, നികട് മാനെ നിയർ, അതായത് അടുത്ത സമയത്ത് എന്താണ് ഭൂതകാൽമേം, അതായത് തൊട്ട് കഴിഞ്ഞ സമയത്ത് സമ്പന്ന ഹോനേക്ക, അപ്പം തൊട്ട് മുമ്പേ കംപ്ലീറ്റ് ആയതിനെ കുറിച്ചുള്ള സങ്കേത്, അതിനെക്കുറിച്ചുള്ള സിഗ്നൽ അല്ലെങ്കിൽ വിവരം, സൂചന വിവരം നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള ക്രിയകളെയാണ് നാം എന്ത് ചെയ്യുന്നത്? ആസന്ന ഭൂതകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്ന ഇപ്പോൾ ഉടനെ കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ്. അതായ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നോക്കൂ മക്കളെ, എക്സാമ്പിളിലേക്ക് നോക്കൂ. മേനെ ഉപന്യാസ് പഠ് ലിയാ ഹേ. മേനെ ഉപന്യാസ് പഠ് ലിയാ ഹേ. മേനെ ഞാൻ, ഉപന്യാസ് നോവൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപന്യാസ് പഠ് ലിയാ ഹേ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ഉപന്യാസം വായിച്ചിട്ടുണ്ട്. നോക്കൂ മക്കളെ, അപ്പൊ അതെങ്ങനെ വന്നിട്ടുണ്ട്? യഹാ ഉപന്യാസ് അഭി കുച്ച് സമയ പഹലെ പഠേ ജാനേക്ക് ബാത്ത് ഹോ രഹി ഹെ. ഇവിടെ എന്താണ്? ഉപന്യാസം അഭി ഇപ്പോൾ, കുച്ച് സമയ പഹലെ കുറച്ച് സമയം മുൻപ്, പഠേ ജാനേക്ക് വായിച്ചു കഴിഞ്ഞതിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതായത് മേനെ ഉപന്യാസ് പഠ് ലിയാ ഹേ, ഞാൻ എന്താണ് നോവൽ അല്ലെങ്കിൽ ഉപന്യാസ് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇനി നോക്കൂ, അടുത്ത സെന്റൻസിലെ അടുത്ത ഉദാഹരണം നോക്കൂ മക്കളെ. കമൽ അഭി അഭി കാര്യാലയ രവാന ഹോ ചുകേ ഹേ. കമൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ. കമൽ അഭി അഭി ഇപ്പോൾ കാര്യാലയ, എന്താ മക്കളെ? കാര്യാലയ ഓഫീസ് കേട്ടോ, ഓഫീസ്. രവാന ഹോ ചുകേ ഹേ, എന്താണ്? ഇപ്പോൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയതേയുള്ളൂ. ഇപ്പോൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ മക്കളെ, അപ്പൊ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ആ ക്രിയ ഇപ്പോൾ അഭി ഹോരഹാകെ, ഇപ്പൊ ഉടനെ ക്രിയ കഴിഞ്ഞതേ, ആ പ്രവൃത്തി ഇപ്പൊ ഉടനെ കഴിഞ്ഞതേ ഉള്ളൂ എന്ന സൂചന നമുക്ക് ലഭിക്കുന്നു. അതാണ് സെക്കൻഡ് ആയിട്ടുള്ളത് ആസന്ന ഭൂതകാൽ. നോക്കൂ മക്കളെ, യഹാം പർ കമൽ കെ കുച്ച് ദേർ പഹലെ. ഇവിടെ കമൽ എന്താണ്? കുച്ച് ദേർ പഹലെ കുറച്ച് സമയം മുമ്പ്. രവാന ഹോന ലെഫ്റ്റ് ആവുക, അവിടുന്ന് രവാന ഹോന അവിടുന്ന് ലെഫ്റ്റ് ആവുക, അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നു അല്ലേ. അപ്പൊ രവാന ഹോ ചുകി എന്ന് പറഞ്ഞാൽ ഹാവ് ലെഫ്റ്റ്. ഓക്കെ, ഹാവ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെന്റൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അടുത്ത ആസന്ന ഭൂതകാൽ ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. ഇൻ ക്രിയാവും കെ അന്തുമേ സ്യാദാദർ ചുഗാഹേ. നോക്കൂ, ഈ വന്നിരിക്കുന്ന ക്രിയയിൽ നിന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇൻ ക്രിയാവും കെ അന്തുമേ എന്താണ് കൂടുതൽ എന്താണ് വരുന്നത്? ചുകാഹേ. എന്താണ്? ചുകാഹേ അല്ലേ.
അപ്പോൾ ചുഗാഹേ എന്നും ചുഗേഹേ എന്നും ചുഗീ ഹൈം കാ പ്രയോഗ ഹോത്താ ഹെ. കൂടുതൽ സമയത്തും ചുഗാഹേ ചുഗേഹേ ചുഗീ ഹൈം എന്നുള്ള പ്രയോഗങ്ങൾ ക്രിയയുടെ അവസാനം വരാറുണ്ട്. അല്ലാതെയും വരാം, എന്നാലും കൂടുതൽ സമയവും അങ്ങനെയാണ് വരാറുള്ളത് എന്നാണ് പറയുന്നത്. ജ്യാദാതർ മാനെ കൂടുതൽ സമയവും. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് നോക്കൂ മക്കളെ. കുസും ഖർ ഗയി ഹേ. ഇവിടെ കണ്ടോ, നാം സാമാന്യ ഭൂതകാലിൽ വന്നപ്പോഴേക്കും ഗയി എന്നാണ് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഗയി ഹേ എന്നാണ് പറഞ്ഞല്ലേ. കുസും വീട്ടിൽ പോയിട്ടുണ്ട്. കുസും വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ ഗയി ഹേ എന്ന് വരുമ്പോൾ അത് ആസന്ന ഭൂതകാലിലേക്ക് വരുന്നു. കുസും ഖർ ഗയി എന്ന് വന്നപ്പോൾ അത് എന്തായിട്ടും വന്നിരുന്നു? സാമാന്യ ഭൂതകാൽ. ആ ഒരു ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കാനാണ് അത് തന്നെ ആ സെന്റൻസ് വന്നിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അടുത്ത നോക്കൂ. ആര്യനെ ഗാന ഗായാഹേ. ആര്യനെ ഗാന ഗായ എന്ന് വന്നപ്പോൾ നാം എന്തു പറഞ്ഞു? അത് സാമാന്യ ഭൂതകാലിൽ കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെ നോക്കൂ. ആര്യനെ ഗാന ഗായാഹേ എന്ന് പറഞ്ഞാൽ ആര്യൻ എന്താണ്? പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് അടുത്ത ആസന്ന ഭൂതകാലിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത നോക്കൂ. മനീഷ് അഭി ആയ. മനീഷ് ആയ എന്ന് പറഞ്ഞപ്പോൾ അത് സാമാന്യ ഭൂതകാലം. ഇവിടെ അഭി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ അഭി എന്ന വേർഡ് വന്നപ്പോഴേക്ക് അത് അടുത്ത രണ്ടാമത്തെ ടൈപ്പായ ആസന്ന ഭൂതകാലിലേക്ക് മാറിയിരിക്കുന്നു. അടുത്ത നോക്കൂ മക്കളെ. ഹംനെ നിബന്ധ ലിഖാഹേ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോവൽ എഴുതിയിട്ടുണ്ട്. ലിഖാഹേ എന്ന് വന്നപ്പോൾ ഇപ്പോൾ അഭി അഭി ലിഖാഹേ, ഇപ്പൊ എഴുതിയതേ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അത് ആസന്ന ഭൂതകാലിലേക്ക് പോയത്. അടുത്ത് നോക്കൂ. ചാന്ത അഭി അഭി നികലാഹേ. ചാന്ത മൂൺ എന്താണ്? ഇപ്പോൾ ഉദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദിച്ചതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഉദിച്ചതേ ഉള്ളൂ, ഇപ്പോൾ ഉദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കൂ. നരേന്ദ്ര കോച്ചിങ് സേ ആയാഹേ. നരേന്ദ്രൻ എന്ത് ചെയ്തിട്ടുണ്ട്? നരേന്ദ്രൻ കോച്ചിങ് കഴിഞ്ഞിട്ട് കോച്ചിങ് സേ അവിടെ നിന്നും എന്ത് വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം നന്നായിട്ട് രണ്ടാമത്തെ ടൈപ്പിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകാം. കംപ്ലീറ്റ് പാസ്റ്റ് ഓർ പൂർണ്ണ ഭൂതകാൽ. ഈ പൂർണ്ണ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ജഹാം ക്രിയ ഭൂതകാൽ മേ ശുരു ഹോക്കർ പുരി തര ഭൂതകാൽ മേം ഹി പൂരാ ഹോ ചൊനെ കാ അർത്ഥ ദേ രഹി ഹി. അതായത് ഭൂതകാൽ കഴിഞ്ഞ സമയത്ത് പ്രവൃത്തി തുടങ്ങി, എന്നിട്ടോ ആ പ്രവൃത്തി അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് പൂരി ഹോ ചുകനേക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത ഒരു അറിവ് നിങ്ങൾക്ക് ആ സെന്റൻസിൽ നിന്ന് ലഭിക്കും. അതായത് പൂർണ്ണ ഭൂതകാലിലാണ് താ തീ തേ വരുന്നത്. പൂർണ്ണ ഭൂതകാലിലെ താ തേ തീ വരും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നോക്കൂ മക്കളെ. കണ്ടോ. വേ ചലേ ഗയേ തേ. അവർ പോയി കഴിഞ്ഞിരുന്നു. നോക്കൂ. മനോഹരമായ ആ താ തേ തീ വരുമ്പോൾ നമുക്ക് ഇത് വളരെ എളുപ്പം എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞു പോയ സമയത്ത് ആ പ്രവൃത്തി ചെയ്തു. അതായത് തുമ്പേ ചലേ ഗയേ തേ. അവർ പോയി കഴിഞ്ഞിരുന്നു അല്ലേ. അവർ പോയിരുന്നു. അപ്പോൾ അതായത് അവർ യാത്ര തുടങ്ങി, അതുപോലെ പോയി കഴിഞ്ഞിരുന്നു, എത്തിക്കഴിഞ്ഞിരുന്നു, അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അടുത്ത നോക്കും. മേനെ തുമേ പത്ര ലിഖാത്ത. ഞാൻ നിനക്ക് കത്ത് എഴുതിയിരുന്നു. അതായത് കത്ത് എഴുതിയിരുന്ന കത്ത് എന്ത് ചെയ്ത? ആ സമയം കഴിഞ്ഞു. കത്തെഴുതി കംപ്ലീറ്റ് ആക്കി അയച്ചും കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ പ്രവൃത്തി അവിടെ കംപ്ലീറ്റ് ആയി എന്നാണ് കാണിക്കുന്നത്. വോ ധീരെ ധീരെ ചൽത്തി തീ. അവൾ പതുക്കെ പതുക്കെ നടന്നിരുന്നു. അതായത് അവൾ പതുക്കെ പതുക്കെ നടന്നിരുന്നു. അപ്പം മക്കളെ അത് അവിടെ അവൾ എന്ന് ടീച്ചർ പറഞ്ഞാൽ ചൽത്തി എന്ന് വന്നതുകൊണ്ടാണ് കേട്ടോ. അത് ഗേളാണ്. അപ്പോൾ വാ ധീരെ ധീരെ ചൽത്തി തീ. അവൾ പതുക്കെ പതുക്കെ നടന്നിരുന്നു. അതായത് അവൾ നടന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ പ്രവൃത്തി അവിടെ കംപ്ലീറ്റഡ് ആണ്. അതാണ് പൂർണ്ണ ഭൂതകാൽ. കുസും ഖർ ഗയി തീ. കുസും എന്താണ്? ഖർ ഗയി തീ. വീട്ടിൽ പോയിരുന്നു. അതായത് വീട്ടിലെത്തിക്കഴിഞ്ഞ പ്രവൃത്തി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആര്യനെ ഗാന ഗായ ഥ. ആര്യൻ പാട്ട് പാടിക്കഴിഞ്ഞിരുന്നു അല്ലേ. അവൻ പാട്ട് പാടിയിരുന്നു തീർച്ചയായും. അതായത് ആ പാട്ട് പാടിയവൻ ആ പ്രവൃത്തി പാടി തീരുകയും ചെയ്തിരുന്നു. അടുത്ത നോക്കൂ. ഭൂപേന്ദ്ര സിരോഹി ഗയാഥ. ഭൂപേന്ദ്ര എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. ഭൂപേന്ദ്ര സിരോഹി പോയിരുന്നു അല്ലേ. അപ്പൊ അതായത് പോയി അങ്ങ് എത്തിക്കഴിഞ്ഞ ആ പ്രവൃത്തിയും അവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്തതോ. ശ്വേതാനെ ചായ് ബനായി തീ. ശ്വേത ചായ ഉണ്ടാക്കുകയും ചെയ്തു, അത് ഉണ്ടാക്കി തീരുകയും ചെയ്തു. പ്രവൃത്തി കംപ്ലീറ്റഡ് ആണ് അല്ലേ. ബബിതാനെ ആം ഖായേ ഥേ. ബബിത എന്ത് ചെയ്തു? മാങ്ങ കഴിച്ചു. മാങ്ങ കഴിച്ചു എന്ന് വെച്ചാൽ അവൾ കഴിച്ചു കഴിഞ്ഞ് മാങ്ങ എടുക്കുകയും ചെയ്തു,
കഴിച്ചു കഴിയുകയും ചെയ്തു. അപ്പം ശരിക്കും ഈ ഒരു ടൈപ്പിൽ നാം ചെയ്ത പ്രവൃത്തി കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആ ഭൂതകാലിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനി നാം പ്രവേശിക്കുന്നത് നാലാമത്തെ ടൈപ്പിലായിരിക്കും. അത് അപൂർണ ഭൂതകാലം. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ പ്രവൃത്തി കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് ആ സെൻറ്റൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊന്നും നമുക്ക് നോക്കാം. यहाँ इस तरह का भाव प्रकट होता है क्रिया प्रारंभ तो ക്രിയ ആരംഭിച്ചു എപ്പോഴാണ് ഭൂതകാൽ കഴിഞ്ഞ സമയത്ത് ആരംഭിച്ചു ലേക്കിൻ ഭൂതകാൽ മേ ഉസ്കി പൂരി ഹോനെ കാ നിശ്ചിത സംകേത നഹി എന്നാൽ ആ കഴിഞ്ഞ സമയത്ത് ആരംഭിച്ച സമയത്ത് അത് പൂർത്തിയായോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാകും. നോക്കൂ മക്കളെ, ലോക തമാശ ദേഖ് രഹേ ഥേ ആളുകൾ എന്താണ് പ്രവൃത്തി നോക്കിക്കൊണ്ടിരുന്നു. അപ്പം അതായത് ഇവിടെ പ്രവൃത്തി ഏകദേശം അപൂർണമാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യഹാം പർ യഹ് ബതായാ ഗയാ ഹെ ഇവിടെ എന്താണ് ഈ പ്രവൃത്തിയെക്കുറിച്ച് ഇതാണ് പറയുന്നത്. ലോക ഭൂതകാൽമേ തമാശ ദേഖ് രഹേ ഥേ ആളുകൾ അവിടെ നടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തമാശ ദേഖ് രഹേ ഥേ കണ്ടുകൊണ്ടിരിക്കുന്നു. മഗർ ഇസ് ബാത്ത് കോ നഹീം ബതായാ ഗയാ കി വോ ദേഖ് ചുകേ ഥേ എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ആ പ്രവൃത്തി അവർ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോഴും അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, അതെ നോക്കി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സാധിക്കുന്നുണ്ടോ? നോ, സാധിക്കുന്നില്ല. അപ്പൊ ലോക തമാശ ദേഖ് രഹേ ഥേ ആളുകള് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് കണ്ടു തീർന്നോ കണ്ടു തീർന്നില്ലേ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അനിക്ക് കാര്യ അഭീ വർത്തമാൻമേ ചാലു ഹോയ അതായത് ഇപ്പോഴും ഈ വർത്തമാന കാലത്തിലും അതെന്താണ് ആ കാഴ്ച ചാലു ഹോക നടന്നുകൊണ്ടിരിക്കുകയാണോ? യാ നഹീം അതേ അല്ലി ഇസ്കി കോയി പുഷ്ടി നഹി ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഇസ് പ്രകാരം യഹാം പർ ക്രിയ അപൂർണ ഭൂതകാൽ ഹെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം ഇവിടെ ക്രിയ എന്താണ് അപൂർണ ഭൂതകാലാണ്, അത് കംപ്ലീറ്റഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് ഇൻകംപ്ലീറ്റ് ആണ്. നോക്കൂ, ഖണ്ഡിയാം ബെജ് രഹീഥി അല്ലേ, ഖണ്ഡിയാം ബെജ് രഹീഥി. അപ്പം ബെല്ല് അടിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ബെല്ല് അടിച്ചു തീർന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റൂല അല്ലേ. ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണോ എന്നും അറിയത്തില്ല, ബെല്ല് അടിച്ചു കഴിഞ്ഞോ എന്നും നമുക്കറിയാം. ബെല്ല് അടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. രോഷിനി ജഗ്മഗ രഹീഥി എന്താണ് ലൈറ്റ് എന്ത് ചെയ്യുന്നു ഇപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു അതായത് ലൈറ്റ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയില്ല, കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് ഓഫ് ആയെന്നും നമുക്കറിയത്തില്ല. അടുത്ത് നോക്കൂ, അപൂർണ ഭൂതകാലിക്ക് വാക്യ രഹാഥ. അപ്പം അപൂർണ ഭൂതകാലിൽ എങ്ങനെ വരും? രഹാഥ രഹേഥേ രഹീഥി ആദിസേ സമാപ്തു ഹോത്തെ ഹെ. അപ്പോൾ രഹാഥ എന്നും രഹീഥി എന്നും ആ ഒരു രീതിയിൽ എക്സെട്ര അതുപോലെയാണ് അത് കംപ്ലീറ്റഡ് ആകും. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ രഹീഥി രഹേഥേ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം അത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ സെൻറ്റൻസ് കാണുമ്പോഴേക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കൂ മക്കളെ, ഫിഫ്ത്ത് വൺ ഡൗട്ട്ഫുൾ ഫാസ്റ്റ് അതായത് സന്ദിഗ്ധ ഭൂതകാൽ. സന്ദിഗ്ധം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഒരു സംശയം. എന്താണ് ഒരു സംശയം? ഒരു പ്രവൃത്തി നടക്കുന്നതിൽ ഒരു അനിശ്ചിതത്വം ആണ് അത് കാണിക്കും. ജഹാം ഭൂതകാൽ ക്രിയാക്കി ഹോനോക്കെ ലേക്കർ അനിശ്ചിത് അതായത് അതൊരു ഉറപ്പില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ദർശായി ഗയി ഹോ കാണിക്കുന്നത്. മഹാൻ ക്രിയാക്കാൽ സന്ദിഗ്ധ ഭൂതകാൽ ഹോത്ത് അതെങ്ങനെയാവും ക്രിയയ്ക്ക് ഒരു ഉറപ്പില്ല, അതായത് അതിലൊരു അനിശ്ചിതത്വം വരുന്നത്? അത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാകും. നോക്കൂ മക്കളെ, കൽ ബാരിഷ് ഹുയി ഹോഗി കണ്ടോ, ഉറപ്പായില്ലേ ഇന്നലെ മഴ പെയ്ത് കാണും. മഴ പെയ്താന്നും അറിയില്ല, പെയ്തില്ലേ എന്നും അറിയത്തില്ല. ഉറപ്പായിട്ട് നമുക്ക് പറയാം അതെന്താണ്? സന്ദിഗ്ധാണ് അല്ലേ, സംശയം പറയുകയാണ് അല്ലേ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ബാരിഷ് ഹുയി മഴ പെയ്തോ, യാ നഹീം പെയ്തില്ലയോ, ഈസ് ബാത്ത് കി പുഷ്ടി ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നഹീം ഹുയി ഹെ അറിവില്ല. സിർഫ് സംഭാവന ദർശായി ഹെ അതാണ് സിർഫ് വെറുതെ ഒരേ ഒരു കാര്യം മാത്രം പറയുന്നു. എന്താണ്? സംഭാവന. എന്താ മക്കളെ ഈ സംഭാവന? പോസിബിലിറ്റി, സാധ്യത. അതിൻ്റെ ഒരു സാധ്യത പെയ്ത് കാണും എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സന്ദിഗ്ധ ഭൂതകാലാണെന്ന്. വ ഘർ ചലാ ഗയാ ഹോഗ അവൻ വീട്ടിൽ പോയി കാണും. പോയോ പോയില്ലെന്ന് അറിയില്ല, പോയി കാണും.
അവിടെയും സാധ്യത തന്നെ സംഭാവന പോസിബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഇനി നോക്കൂ, തുമ്നെ കാം കർ ലിയാ ഹോഗ, നിങ്ങൾ ജോലി ചെയ്ത് കാണും, നിങ്ങൾ ജോലി ചെയ്ത് കാണും, ചെയ്തോ ചെയ്തില്ലേ നിങ്ങൾ ചെയ്ത് കാണും. അപ്പൊ അവിടെയും ഒരു ഉറപ്പില്ല. അതായത് സന്ദിഗ്ധ ഭൂതകാൽ में वाक्य होगा होगी आदि से समाप्त होते हैं. होगा അല്ലെ, होगा होगी, അതുകൊണ്ട് ആ ക്രിയ കംപ്ലീറ്റ് ആകുന്നു അല്ലെ. ചെയ്ത് കാണും, പോയി കാണും, വന്ന് കാണും, നിന്ന് കാണും എന്ന് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി ലാസ്റ്റ് ഒന്നായ ഹേത് ഹേതുമത് ഭൂതകാൽ, ഹേത് ഹേതുമത് ഭൂതകാലിലേക്ക് വരികയാണ്. हेतु हेतुमत भूतकाल जब हम हेतु भूतकाल में क्रिया के न होने हो पाने की पीछे कोई हेतु यानी कारण प्रकट किया गया होगा. അതായത് ഇവിടെ പ്രവൃത്തി നടക്കുന്നതിനെ കുറിച്ച് ഒരു പ്രവൃത്തി നടക്കാത്തത് തന്നെയാണ്, ഇവിടെയും പ്രവൃത്തി നടക്കുന്നില്ല, ആ നടക്കാത്തതിനെ കുറിച്ച് ഒരു റീസൺ, ഹേതു എന്താ മക്കളെ, ഒരു റീസൺ, ഒരു കാരണം എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും, പറയുന്നു. അങ്ങനെയുള്ള ക്രിയയെ വരുന്ന കാലത്തിനെയാണ് ഹേതു ഹേതുമത് ഭൂതകാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിയ നടക്കാത്തതിനെ കുറിച്ചുള്ളൊരു കാരണം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ വരുമ്പോഴേക്കും നന്നായിട്ട് മനസ്സിലാകും. നോക്കൂ മക്കളെ, എക്സാമ്പിൾ നോക്കൂ. ആപ്പ് ആത്തേ തോ ഹം സാത്ത് ചൽത്തേ. ആപ്പ് ആത്തേ, താങ്കൾ, എന്താണ്, താങ്കൾ വന്നിരുന്നു എങ്കിൽ, എങ്കിൽ ഹം സാത്ത് ചലത്തെ, ഞങ്ങൾ കൂടെ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒന്ന് താങ്കൾ വന്നിരുന്നു എങ്കിൽ അതൊരു ഉപ സെന്റൻസ് ആണ്, അതിൽ ഒരു സബായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അടുത്തതാണെങ്കിൽ രണ്ട് സെന്റൻസ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത. നോക്കൂ, തോ ഹം സാത്ത് ചലത്തെ, നാം കൂടെ വരുമായിരുന്നു, നിങ്ങൾ വന്നിരുന്നു എങ്കിലും ഉണ്ട്, ഞങ്ങൾ കൂടെ വരുമായിരുന്നു. ഇപ്പൊ രണ്ടും കൂടെ തോ എന്ന ഒരു പ്രയോഗത്തിലൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നിരുന്നു എങ്കിൽ ഞങ്ങൾ വന്നേനെ, അതായത് അർത്ഥത്തിൽ ഞങ്ങൾ വന്നില്ല. കാരണം എന്താണ്, അതിന് കാരണം നിങ്ങളാണ് അല്ലേ. അപ്പൊ അതിപ്പോ ഈ ഒരു കാര്യം, ഇവിടുത്തെ ചലന എന്നുള്ള പ്രവൃത്തി നടന്നില്ല അല്ലേ, ചലന എന്നുള്ള പ്രവൃത്തി, പോകുക എന്നുള്ള പ്രവൃത്തി നടന്നില്ല. ആ നടക്കാത്തതിന് കാരണം എന്താണ്, അദ്ദേഹം, താങ്കൾ വരാത്തതാണ് അല്ലേ. അപ്പൊ ഇവിടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, ഒരു റീസൺ കാണിച്ചുകൊണ്ടല്ലേ ഈ ക്രിയ പറഞ്ഞിട്ടുള്ളത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ മാത്രമേ ഗ്രാമർ മനസ്സിലാകുകയുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. നോക്കൂ, അടുത്ത എക്സാമ്പിൾ നോക്കൂ മക്കളെ. ബാരിഷ് ഹോത്തി തോ, മഴ പെയ്തിരുന്നു എങ്കിൽ മൗസം ബദൽ ജാത്ത, കാലാവസ്ഥ വെതർ മാറിയേന് അല്ലേ. അപ്പം വെതർ ഇപ്പം എന്താണ്, കാലാവസ്ഥയ്ക്ക് നോ ചേഞ്ച്, വെതറിന് ഒരു ചേഞ്ചും ഇല്ല. അതിന് കാരണം എന്താണ്, മഴ പെയ്യാത്തത് കൊണ്ട് അല്ലേ, ഒരു റീസൺ പറഞ്ഞില്ലേ. അപ്പം മഴ പെയ്തിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ, മൗസം ബദൽ ചെയ്തേനെ, മാറിയേനെ അല്ലേ. അപ്പൊ ദേഖിയേ, തും ടീക്ക് സേ സോച്ചത്തെ തോ, നീ ശരിക്കും ചിന്തിച്ചിരുന്നുവെങ്കിൽ, നീ ശരിക്കും നല്ല രീതിയിൽ ചിന്തിച്ചിരുന്നു എങ്കിൽ, ഐസേ ദിൻ ന ദേഖിനെ പടുത്തേ, ഇതുപോലെയുള്ള ദിവസങ്ങൾ കാണേണ്ടി വരികില്ലായിരുന്നു. വോണ്ട് ഹാവ് ടു സീ ഡേയ്സ് ലൈക്ക് ദിസ്, ഇതുപോലെയുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നിനക്ക് കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ വിഷമമുള്ള പല ദിവസങ്ങളും കാണേണ്ടി വരുന്നു. അത് കാരണം എന്താണ്, ടീക്ക് തര സോച്ചിത്തേത്തോ, നല്ല രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ദിവസം കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ദേഖിയേ, ऐसी क्रियाओं में, ഈ ക്രിയകളിൽ സാമാന്യ ദോ ഉപവാക്യ കാര്യകാരണ സംബന്ധ കെ സാത്ത് ജുടേങ്ങ, അത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇവിടെ എല്ലാം എന്താണ്, ദോ ഉപവാക്യ, രണ്ട് ഉപവാക്യങ്ങൾ തമ്മിൽ ചേർത്തിട്ടുണ്ട്, ചേർത്തിട്ടോ എന്ന ഈ ഒരു കൺജങ്ഷൻ കൊണ്ട് അത് രണ്ടും ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഒരു സെന്റൻസിനകത്ത് രണ്ട് ഉപവാക്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ അത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഓരോന്നിനും ആ ഉപവാക്യങ്ങളിലൂടെ ആ കാരണങ്ങൾ കാണിക്കുകയാണ്. നോക്കൂ മക്കളെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. യദി തും പഠിത്തേ തോ, നീ പഠിച്ചിരുന്നു അല്ലെങ്കിൽ നീ വായിച്ചിരുന്നു എങ്കിൽ പാസ് ഹോ ജാത്തെ, പാസ്സാകുമായിരുന്നു. അതായത് ഇപ്പം നീ ഫെയിലായിപ്പോയി, അപ്പം ശരിക്കും നീ വായിച്ചിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ, പാസ്സായേനെ. അപ്പം അവിടെയും ശരിക്കും അതിനൊരു റീസൺ, ഒരു ഹേതു കാണിക്കുന്നു. ഹേതു എന്ന വേർഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം അല്ലേ. അപ്പം നോക്കൂ, യുദ്ധ ഹോത്താത്തോ ഗോലിയാം ചൽത്തി ഹേ,
യുദ്ധം നടന്നിരുന്നു എങ്കിൽ എന്താണ് വെടിയുണ്ടകൾ പാഞ്ഞേനെ അല്ലേ, വെടിയുണ്ടകൾ പാഞ്ഞേനെ. നോക്കൂ, അപ്പൊ യുദ്ധം നടന്നില്ല, നടക്കാത്തതുകൊണ്ട് വെടിയുണ്ടകൾക്ക് റെസ്റ്റ് ആണ് അല്ലേ. അപ്പൊ നോക്കൂ, അടുത്ത നോക്കൂ, യദി വർഷ ഹോത്തി തോ, മഴ പെയ്തിരുന്നുവെങ്കിൽ ഖേത്തി നെഹി സൂക്തി, വയലുകൾ ഉണങ്ങുമായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ കാലം തന്നെയാണ്. പക്ഷെ മഴ പെയ്തിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല, ഈ വയലുകളൊന്നും ഉണങ്ങുമായിരുന്നില്ല. ഇപ്പൊ മഴ പെയ്തില്ല, അതുകൊണ്ട് വയലുകൾ ഉണങ്ങിപ്പോയി. അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ, യദി ഭാരതീയ ടീം അച്ഛാ ഖേൽത്തി തോ ജീത്ത് പക്കി ഥി. യദി ഭാരതീയ ടീം അച്ഛാ ഖേൽത്തി തോ, ഒരു പക്ഷെ നല്ലതുപോലെ ഭാരതീയ ടീം, ഇന്ത്യൻ കളിക്കാർ, ഭാരതീയ ടീം നന്നായിട്ട് കളിച്ചിരുന്നു എങ്കിൽ, അച്ഛാ ഖേൽത്തി തോ, നന്നായിട്ട് കളിച്ചിരുന്നു എങ്കിൽ, ജീത്ത് വിജയം, പക്കി ഥി ഉറപ്പായിരുന്നേനെ. അപ്പൊ അതായത് ഇപ്പോൾ ഇന്ത്യൻ ടീം എന്ത് ചെയ്തു, തോറ്റുപോയി. അതെന്തുകൊണ്ടാണ്, അവർ നന്നായിട്ട് കളിക്കാത്തത് കൊണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഹേതു ഹേതുമത് ഭൂതകാലാണ്. നോക്കൂ, തും സാവധാനി സേ ചലത്തെ തോ ദുർഘടന നഹീം ഹോത്തി. നീ സാവധാനി സേ, സ്ലോയിൽ നടന്നിരുന്നു എങ്കിൽ എന്ത് ചെയ്യില്ലായിരുന്നു, ദുർഘടന നഹീം ഹോത്തി, അപകടം വരികില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അപകടം വന്നു, അതിന് കാരണം എന്താണ്, നീ സ്പീഡിൽ പോയതാണ് കാരണം എന്നാണ് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നീ സ്പീഡിൽ വണ്ടി ഓടിക്കുകയായിരുന്നിട്ടുണ്ടായിരിക്കും, വണ്ടി ഓടിച്ചത് കൊണ്ടാണ് നിനക്ക് എന്താണ് ഈ അപകടം സംഭവിച്ചത്. സ്പീഡ് കുറച്ചാണ് പോയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കില്ലായിരുന്നു, അപകടം സംഭവിക്കില്ലായിരുന്നു. യദി നിശ പഠിത്തീത്തോ ഉത്തീർന്നു ഹോ ജാതി, നീ നിശ നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ, ഉത്തീർന്നു മാനെ പാസ്സാവുക, അവൾ എന്ത് ചെയ്യുമായിരുന്നു, പാസ്സാകുമായിരുന്നു. ഇപ്പോൾ എന്താണ്, നിശ പാസ്സായില്ല, ഫെയിലായിപ്പോയതിന് കാരണം എന്താണ്, അവൾ നന്നായി വായിക്കാത്തത്, പഠിക്കാത്തത് കൊണ്ടാണ്. യുദ്ധ ഹോത്താത്തോ ഗോലിയാം ചൽത്തി, യുദ്ധം നടന്നിരുന്നുവെങ്കിൽ എന്താണ്, വെടിയുണ്ടകൾ പോയേനെ, വെടിയുണ്ടകൾ പാഞ്ഞേനെ. അപ്പം നോക്കൂ, അത് നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മറ്റൊരു ടൈപ്പ് തന്നെ. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് ഭൂതകാൽ, ഇന്നത്തെ ദിവസം തന്നെ ഭൂതകാൽ നന്നായിട്ട് മനസ്സിലാക്കുക, ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നോക്കുക. ഭൂതകാൽ ഏത് രീതിയിലുള്ള ഭൂതകാലാണെന്ന് നിങ്ങൾ നോക്കി കണ്ടെത്തി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതോടുകൂടി ഭൂതകാൽ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലെ അതിൻ്റെ അടുത്ത ടൈപ്പുമായിട്ട്, വർത്തമാനകാലമായിട്ട് ടീച്ചർ വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എത്തുന്നതാണ്. നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ടിരിക്കുക. നമുക്കിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബച്ചോ, ധന്യവാദം.